നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഐറ്റം മീൻ കൊണ്ടുള്ളൊരു ഐറ്റമാണ് ഫിഷ് റോൾ. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിന്ന് അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മീൻ നെമ്മീൻ്റെ ചെറുതാണ് കേട്ടോ, വരിമീൻ. അതാണ് ഞാനിന്ന് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊരു 7 പീസ് ഉണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ട് വരിമീൻ, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഉള്ളി, ഇത് ഒരു പൊട്ടറ്റോ കിഴങ്ങ് പുഴുങ്ങി അത് ഉടച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, പച്ചമുളക്, ഇത് ചീസാണ്. പിന്നീട് ക്യാപ്സിക്കം, ഒരൽപ്പം ഗരം മസാല, തക്കാളി, കുരുമുളക്, മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിന് വേണ്ടത് മുട്ട, ഒരു 5 മുട്ടയുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ്, പിന്നെ വേണ്ടത് ബ്രെഡ്. ഇത് ഇത്രയാണ്. പിന്നെ നമുക്കിത് വറുക്കാൻ ആവശ്യമായ ഓയിൽ. ഇത്രയാണ് നമുക്ക് വേണ്ട സാധനം കേട്ടോ. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും. ഇതിൽ ക്യാപ്സിക്കവും ചീപ്സും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാച്ച ചേർക്കണ്ട. കുറച്ചും കൂടി ടേസ്റ്റും ഒരു മണവും കൂടെ കൂട്ടാനാണ് ഇത് രണ്ടും ചേർത്തിരിക്കുന്നത്. ഇനി ഇതില്ലെങ്കിലും സുഖമായിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഈ മീനിനകത്ത് നമുക്ക് ആദ്യം ഒരല്പം മസാല കുഴച്ച് വയ്ക്കാം. ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം നമുക്ക് അതിനാവശ്യമായ ആദ്യത്തെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കതിന് കുരുമുളക്, ഒരു 1/2 മുതൽ 3/4 സ്പൂൺ വരെ കുരുമുളക്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊരു 1/2 മുതൽ 3/4 വരെ വേണം കേട്ടോ, 3/4 സ്പൂൺ വരെ വേണം. ആവശ്യമായ ഉപ്പ്, ആവശ്യമായ ഉപ്പ്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ. 10 മിനിറ്റ് ഉപ്പും മഞ്ഞളും ഇതൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. അപ്പോഴേക്കും നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ച് നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി തരുമ്പോൾ നമുക്ക് ഇതിനകത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി, നമുക്ക് ഇതിനകത്തേക്ക് ഈ മീൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. നമുക്കിത് നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് വേണം നമ്മുടെ റോൾ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഇട്ട എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ മീൻ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതങ്ങോട്ട് കോരാം. അപ്പോൾ ഈ എണ്ണ തന്നെയാണ് നമ്മൾ ഇനി അടുത്ത ഉള്ളി ഇടാൻ പോകുന്നത് കേട്ടോ. സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ഒരു 1.5 സവാളകളുണ്ട് കേട്ടോ. ഈ 1.5 സവാള നമ്മൾ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്. അത് നന്നായിട്ട് വഴൻ്റെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, കുറച്ച് വെന്താൽ മതിയാവും സവാള. നമ്മൾ പിന്നീട് ഇതിനി വീണ്ടും പൊരിച്ചെടുക്കാനുള്ളതാണല്ലോ. ഇത്തിരി കൂട്ടി കൊടുക്കാം. സവാള ഇച്ചിരി ഒന്ന് വഴണ്ട് വന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇച്ചിരി ഒന്ന് ആയിക്കോട്ടെ. ഉള്ളി ഇത് ചെറുതായിട്ടൊന്നും വഴണ്ട് അതിൻ്റെ പച്ചപ്പ് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3/4 മുതൽ 1 സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. നമ്മൾ മീൻ മസാല കുഴച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ചേർത്തിരുന്നു. നമ്മൾ ഈ ഉള്ളിക്കകത്തിന് കുറച്ച് ചേർത്തിട്ടുണ്ട്. 3 പച്ചമുളക് 4ആയിട്ട് കീറി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതിനകത്തേക്ക് ചേർക്കാം. അതങ്ങോട്ട് ഒരു ഇളം മഞ്ഞ നിറമൊക്കെ വന്നിട്ടുണ്ട്. അത് ആ മീൻ പൊരിച്ച എണ്ണയിലല്ലേ നമ്മളിത് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇളം മഞ്ഞ നിറമൊക്കെ വന്നേക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണേ. കുരുമുളക് ചതച്ചതെടുത്തതാണ് കേട്ടോ. ഇതൊരു 1/2 മുതൽ 3/4 സ്പൂൺ വരെ കുരുമുളക് പൊടി, ഒരു 1/2
സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. ഒരു അര മതിയാവും. അതൊരു ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നല്ല മണം വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. മസാലയുടെയും ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ അതങ്ങോട്ട് മൂത്ത് വരുന്നതിൻ്റെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഇനി എരിവ് ആവശ്യത്തിന്, എരിവ് ഇതിപ്പോൾ സാധാരണ എരിവായിരിക്കും. ഇത് എരിവ് കൂടുതലോ കുറവോ വേണ്ടവർക്ക് കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതനുസരിച്ച് എരിവ് കൂടുകയും കുറയ്ക്കുകയും ചെയ്താൽ. ഇതൊരു തക്കാളിയാണ്, ഒരു ചെറിയ തക്കാളി. ആ ഒരു ചെറിയ തക്കാളി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാപ്സിക്കം വേണമെന്നവർ ചേർത്താൽ മതി, ഇല്ലാത്തവർ ചേർക്കണമെന്നില്ല. വീടിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നു ക്യാപ്സിക്കം. അതിൻ്റെ ആ മുളക് പൊടിയൊക്കെ ഒന്ന്, നമ്മളിട്ട പൊടികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തോട്ടെ. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് ക്യാപ്സിക്കം ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ചെറുതായിട്ടൊന്ന് ആയിക്കോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കിഴങ്ങ് വേവിച്ച് ഇത് ഉടച്ചെടുത്തു എന്നുള്ളത്. ആ ഉടച്ച കിഴങ്ങ് നമ്മൾ ഇതിനകത്തോട്ട് ഇടുവാണേ. തീ കുറച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഇനി അധികം വലിയ തീയൊന്നും വേണ്ട. കിഴങ്ങൊക്കെ വെന്തിരിക്കുകയാണല്ലോ. ഇത് നന്നായിട്ട് ഇതിനകത്ത് യോജിക്കട്ടെ. നമ്മുടെ ഈ മീനിടുമ്പോൾ ആ ഫില്ല് ഒന്ന് ഉറച്ച് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മൾ ഈ കിഴങ്ങിടുന്നതേ. അത് നന്നായിട്ട് കുഴഞ്ഞ് വരാനായിട്ടാണ്. അതുകൊണ്ട് ഈ കിഴങ്ങ് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു കിഴങ്ങിൻ്റെ തന്നെ ആവശ്യമുള്ളൂ. മീനുണ്ടല്ലോ, ഇത് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച മീനായിരുന്നു. അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഇച്ചിരി ചെറുതായിട്ട് ഇത്തിരി കൂടെ ഒന്ന് ഉടയുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ജാറുണ്ടല്ലോ മിക്സിയുടെ, അതിലിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. ഇല്ല ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ടാൽ മതിയെങ്കിൽ അതങ്ങനെ ആയാലും മതി കേട്ടോ. എങ്ങനെ വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. മിക്സിയിലിട്ടാൽ ഒരു ഇത്തിരി കൂടെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അതങ്ങനെ ആയാലും ടേസ്റ്റ് തന്നെ, ഇനി ഇങ്ങനെ ആയാലും ടേസ്റ്റ് തന്നെ. ഇതാകുമ്പോൾ ഇച്ചിരി ചവയ്ക്കാൻ കിട്ടും. അതാകുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. രണ്ടും ഒരേ കണക്കാ, കുഴപ്പമില്ല. ടേസ്റ്റിന് കുറച്ച് ചവയ്ക്കാനും ഇതും നല്ലത്, അതും നല്ലത്, എല്ലാം നല്ലത്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് നമ്മളിങ്ങനെ പൊടിച്ച് വെച്ചിട്ട് നമ്മളത് ഈ കൂട്ടിലോട്ട് അങ്ങ് ഇടുകയാണേ. നമ്മളിനി ഈ കൂട്ടിലിടുകയാണ് നമ്മൾ ഈ പൊടിച്ച് വെച്ച മീൻ. ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. പൊടിയാത്ത കഷ്ണങ്ങൾ അങ്ങോട്ട് പൊടിഞ്ഞ് വെക്കോട്ടെ. നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുത്തേക്കാം. ഇനി നമ്മൾ മീൻ ഉപ്പിട്ടായിരുന്നു പൊരിക്കാൻ നേരത്ത്. ഇനി ഈ കൂട്ടിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. മീനിന് ഉപ്പ് ഉണ്ടെങ്കിൽ, ഈ കൂട്ടിന് ആവശ്യമായ ഉപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഇടണ്ട. വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. മീൻ പൊരിക്കുന്നതിനകത്തല്ലേ ഉപ്പിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തർ നോക്കിയിട്ട് വേണ്ടേ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തത് ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ ഘട്ടമാണ്. നമ്മളിത് നന്നായിട്ട് ഉടച്ച് ഇങ്ങനെ എടുക്കുക. ഇനി ഇത് ചെറുതായിട്ടും തണുത്തോട്ടെ. തണുക്കുമ്പോഴേക്കും നമുക്ക് അടുത്ത പണി ചെയ്യാം. നമ്മുടെ കൂട്ടുണ്ടാക്കി നമ്മൾ വെച്ചു. ഇത്രേ ഉള്ളൂ നമ്മുടെ കൂട്ടിൻ്റെ പരിപാടി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തോട്ടെ. തീ ഓഫ് ചെയ്യാം. നമുക്ക് തീ ഓഫ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിനി ആദ്യം എണ്ണ ചൂടാക്കാൻ വെക്കാം കേട്ടോ. നമുക്ക് അടുപ്പ് കത്തിക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ. അപ്പോൾ എണ്ണ ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇത് റോളാക്കണമല്ലോ. ഇത് റോളാക്കാം നമുക്കിനി ആ സമയം കൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് മുട്ടയാണ്. നമുക്ക് വേണ്ട എന്താ അറിയോ, ബ്രെഡാണ് നമുക്ക് വേണ്ടത്. ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ പച്ചവെള്ളത്തിൽ ഇങ്ങനെ മുക്കുക. പച്ചവെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പിഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ കുറച്ചെടുത്ത് വെക്കുന്നു. ഇതിനാവശ്യമായ കൂട്ട് വെച്ചാൽ മതി കേട്ടോ. നല്ല വെളിപ്പവും മാതിരി വെക്കരുതേ. ചീസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചീസിൻ്റെ കാര്യം. ചീസും മടക്കി ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ നന്നായിട്ട് മൂടുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മുട്ടയ്ക്കകത്ത് ഇങ്ങനെ മുക്കി
നമ്മുടെ ഈ ബ്രെഡ് പൊടിക്കകത്ത് നമ്മളിങ്ങനെ ഇത് ഉരുട്ടുക. നമ്മളിങ്ങനെ ബ്രെഡ് പൊടിക്കകത്ത് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് നമ്മുടെ ഈ തിളച്ച് വരുന്ന ചൂട് എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയിലിട്ട് ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കണം. തീ കുറച്ച് കൊടുക്കണം കേട്ടോ, എന്നിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുപോലെ നമുക്കിനി എല്ലാം ഉരുട്ടി ഇതുപോലെ ഇടാം. ഇതൊരു ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്, നമ്മളത് മറിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. വളരെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, പൊട്ടിപ്പൊളിഞ്ഞ് പോകരുത്. ഇങ്ങനെ മറിച്ചിട്ട് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞല്ലോ, നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത ഭാഗം ഇങ്ങനെ വെന്തോട്ടെ. ഇത് വേവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കൂട്ടും കൂടെ ഇതേ പരുവത്തിലിങ്ങനെ ഉരുട്ടിയെടുത്ത് വയ്ക്കാം. ഞാൻ ഇടയ്ക്ക് തീ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതനുസരിച്ച് തീ കുറച്ച് മാത്രമല്ല, ഇടയ്ക്കൊന്ന് കൂട്ടി കൊടുക്കണം, പിന്നീട് ഇടയ്ക്കൊന്ന് കുറച്ച് കൊടുക്കണം. ഏതായാലും കരിക്കരുത്, കരിയാതെ വേവിച്ചെടുക്കുക. ഓക്കെ, ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് പതുക്കെ എടുക്കാം കേട്ടോ. പൊട്ടിച്ച് കളയല്ലേ ആരും. നമുക്ക് പതുക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കാം. നന്നായിട്ട് മുറിച്ച് വെച്ചിട്ട് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും എല്ലാത്തിനും നല്ല മണമാണ്. അങ്ങനെയല്ല, നന്നായിട്ട് മണം വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒഴിച്ച് നോക്കാം. ആ ചീസൊക്കെ ഉണ്ടല്ലോ, ഇതേ നോക്കി. ചീസൊക്കെ നല്ല വൃത്തിയായിട്ട് മിൽക്കിയായി, ചീസൊക്കെ നല്ല ഭംഗിയായിട്ട് ഉരുകി എന്താ ഭംഗിയായിട്ടിരിക്കുന്ന അറിയോ. നിങ്ങളൊക്കെ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഒരു പുതിയ ഡിഷുമായിട്ട് കാണുന്നത് വരെ ബൈ.